നമ്മളൊന്നും ചെയ്യുന്ന വീഡിയോ 4, 3, 7 പേര് പോലും കാണത്തില്ലെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം. ഒരു റാൻഡമായിട്ട് കുറച്ച് ചുമ്മാ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് ആദ്യം സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ ദിവസമായിട്ട് 2 സിനിമ ഉണ്ട്. ഒന്ന് ഇലവീഴ പൂഞ്ഞിര, പിന്നെ ഓ ബേബി. രണ്ടും നല്ല നല്ല സിനിമയാണ്. പക്ഷേ പടങ്ങളൊന്നും തീരെ ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ ഹിറ്റടിച്ച പടങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഈ മഞ്ഞുമ്മൽ ബോയ്സൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത പടം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പറയണ്ട. പിന്നെ ആവേശം പടം ഒരു എൻ്റർടൈനറായിരുന്നു. പക്ഷേ അതൊരു കുടിച്ചിട്ട് ബാറിൽ നിന്നൊക്കെ ഇറങ്ങിയൊരു ഫീൽ അത് കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഹിറ്റാവുന്ന പടങ്ങളുടെ ഒരു നിലവാരം. പിന്നെ ഈ സൂപ്പർ സ്റ്റാറുകളെന്നും പറഞ്ഞ് ഇവർ ചുമ്മാ കുറേ വിഗും വെച്ച് പുട്ടിയിട്ട് പ്രായം തോന്നിക്കാറ് കുറേ കപട യുവാക്കളാക്കിയിട്ട് വന്ന് ഇവർക്കൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഈ പ്രായത്തിനെയൊക്കെ മറയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എല്ലുകളുടെയൊക്കെ ബലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഒരു ഈ ചെകുത്താനൊക്കെ പറയുന്ന പോലെ സെറ്റിൽ ഇവരൊക്കെ പൊടിഞ്ഞ് വീഴുന്നൊരവസ്ഥയുണ്ടാകും. ചുമ്മാ ഈ അടി സംഘട്ടന രംഗങ്ങളൊക്കെ ചുമ്മാ കയറെ കെട്ടി വലിച്ചും തൂക്കി ടർബോയോ നിങ്ങളെ പടങ്ങളിടയ്ക്ക് ഇവിടെ ഇഷ്ടംപോലെ നല്ല 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 ആക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. അല്ലെങ്കിൽ ഇവർ അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്യണം. ഇപ്പോൾ ബ്രഹ്മയോഗം ഓക്കെ ഇനിയും പിന്നെ ഇവിടെ കാണാൻ കൊള്ളാമെന്ന് പറയുന്ന പടങ്ങളൊക്കെ കൊള്ളാവുന്ന പടങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവന്മാരൊക്കെ ഇറക്കുന്ന പടങ്ങളൊക്കെ ഇവിടെ കാണാൻ കൊള്ളത്തുള്ളൂ. ബാക്കിയൊക്കെ ഒരുമാതിരി ചവർ പടങ്ങളാണ് ഇവിടെ വരുന്നതൊക്കെ. പിന്നെന്തോ പിന്നെ ഈ ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിൽ വരുന്ന വിന്നേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വെറും ഒരുമാതിരി ടീമുകളൊക്കെ അതിനകത്ത് വിന്നേഴ്സ് ആയിട്ടുള്ളൂ എന്ന് വരാം. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീസൺ 1 ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ സാബു കണ്ടു 1-2 ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അയാളൊരു ക്വാളിറ്റി ഉള്ള ഒരാൾ അയാൾ ഒരാൾ മാത്രമാണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരാൾ വിൻ ചെയ്ത്. അതിന് ശേഷമുള്ള എല്ലാവന്മാരും എന്ത് പറയുന്നത് ഒരുമാതിരി ടീമുള്ളത്. അതൊന്നും ശരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ. അത് അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു 99%. അപ്പോൾ അവരുടെ വക്താവായിട്ട് വരുന്ന ഒരാൾ മാത്രമേ വിന്നറാവത്തുള്ളൂ. സാബുമോൻ എങ്ങനെ അബദ്ധം പറ്റി അന്ന് വിൻ ചെയ്തു, അല്ലെ വിന്നറായതാണ്. പുള്ളിയുടെ ആ ഒരു ടോക്സിസിറ്റി കൊണ്ടൊക്കെ ആയിരിക്കും പുള്ളി വിൻ ചെയ്തത്. പക്ഷേ പുള്ളിക്ക് അല്ലാതെ ഒരുപാട് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെന്തോ സിനിമ, പിന്നെ രാഷ്ട്രീയം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ BJP ഒക്കെ ഇവിടെ അധികാരം ഒരു പ്രാവശ്യം ഒന്ന് ഓക്കെ എന്തെങ്കിലും ആട്ടെ. ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ എന്തോന്ന് മതേതരത്വമൊക്കെ എല്ലാവരും ജാതി മതമൊക്കെ പറഞ്ഞിട്ട് തന്നെ വോട്ടൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ഈ മതേതരത്വം എന്നൊക്കെ ചുമ്മാ അത് അല്ല മതേതരത്വം എന്തുവാ എല്ലാവരും ഒരു വർഗ്ഗബോധത്തോടുകൂടി ഒരു ഗോത്രവർഗ്ഗബോധത്തോടുകൂടിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ വശത്തൊക്കെ നിന്നായിരിക്കും ചെയ്യുന്നത്. അപ്പം അവർക്കൊരു ഇത് കിട്ടി. സുരേഷ് ഗോപി ഡയലോഗ് അടിക്കുന്നതാണോ രഞ്ജി പണിക്കരുടെ തൂലികയിൽ പിറന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് മാത്രമല്ല പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി. അതുകൊണ്ട് പുള്ളി അമ്പലങ്ങളൊക്കെ എല്ലാം കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് രാഷ്ട്രീയം. പിന്നെന്തുവാ നാട്ടിലെന്ത് നടക്കുന്നേ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്യുന്നു. അതൊന്നും അല്ലല്ലോ കാര്യം. ഇവിടുത്തെ ബുള്ളിങ്ങൊക്കെ അല്ലേ കാര്യം. അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ. അതൊക്കെ എത്രയോ ആൾക്കാർ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു, എന്നൊക്കെ സംഭവിക്കുന്നു. പിന്നെ മീഡിയയ്ക്ക് ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ മീഡിയ അത് പൊക്കി പിടിച്ചോണ്ടങ്ങ് നടക്കും. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. കാരണം ഇങ്ങനെയുള്ളൊരു വാർത്തയൊക്കെ വന്നാലേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അവീതവും ഇതൊക്കെ അതിനോട് കൂടെ പറഞ്ഞ് കുറേ ഇതൊക്കെ പറഞ്ഞ് ഒരു ന്യൂസൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നല്ല മാധ്യമ പ്രവർത്തനമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. നല്ല കഴിവുട്ട മാധ്യമ പ്രവർത്തകരാണ്. ഓക്കെ, ഇങ്ങനെ വളവളാന്ന് വായിട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ആരെങ്കിലും കാണണ്ടേ? ചുമ്മാ ലൈക്കൊക്കെ അടി, ഷെയറൊക്കെ ചെയ്യും. നമ്മളൊക്കെ ജീവിച്ച് പോട്ടെ.